നഷ്ടപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി. ഞങ്ങൾ നടത്തിയിരുന്ന നീണ്ട ചർച്ചകൾ തനിക്കും നഷ്ടമാകും. ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി അനുശോചിച്ചു. രാഹുൽ ഗാന്ധിയുടെ അനുശോചനത്തിലേക്ക് നമുക്ക് വരാം. ഉണ്ണികൃഷ്ണൻ തയ്യാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഉണ്ണി, അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. കാരണം അവരുമായുള്ള സൗഹൃദം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഇടപെടൽ, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി, ഇതൊക്കെ വലിയ നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തോടെ നഷ്ടമാകുന്നത്. ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കാളിത്തമുണ്ടായി. പ്രത്യേകിച്ച് കേരളത്തിലെ സഖ്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ കലഹിച്ച് നിൽക്കുമ്പോഴും അതൊരൊറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ഇന്ത്യ മുന്നണി എന്ന ആശയത്തിൽ കെട്ടിവെക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞു എന്നുള്ളതാണ് ഉണ്ണി. വിജയ്, തീർച്ചയായും ഈ ദേശീയ തലത്തിൽ വരുന്ന 2-3 പ്രതികരണങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. എന്തായാലും രാഹുൽ പറഞ്ഞ ചില വാക്കുകൾ ഇങ്ങനെയാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ ആശയത്തിൻ്റെ സംരക്ഷകനായിരുന്നു യെച്ചൂരി. ആ സംരക്ഷകനെ നഷ്ടമായിരിക്കുന്നു. രാജ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ള ഇന്ത്യയുടെ ആശയത്തിൻ്റെ സംരക്ഷകനായിരുന്നു എന്നാണ് ഒരു വിശേഷണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് സീതാറാം യെച്ചൂരിക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു അനുശോചനം രാഹുൽ ഗാന്ധി അങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്. കൂടാതെ ഇനി നീണ്ട ചർച്ചകൾ നഷ്ടമാകും, അതായത് നമ്മൾ നടത്തി വന്നിരുന്ന നീണ്ട ചർച്ചകൾ നഷ്ടമാകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. അതോടൊപ്പം തന്നെ ബി.ജെ.പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി ഈ സീതാറാം യെച്ചൂരിയുടെ വേർപാടിൽ പറഞ്ഞത് പൊതുജീവിതത്തിലെ സംഭാവനകൾ, അതായത് യെച്ചൂരിയുടെ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും അനുശോചനം അറിയിക്കുന്നുവെന്നാണ് ഗഡ്കരി എക്സിൽ കുറിച്ചത്. കൂടാതെ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയും ഈ യെച്ചൂരിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അനുശോചനം എന്ന് പറയുന്നത് മികച്ച മുതിർന്ന പാർലമെന്ററിയൻ ആണെന്നും അദ്ദേഹത്തിൻ്റെ വിയോഗം ദേശീയ രാഷ്ട്രീയത്തിന് തീരെ നഷ്ടമാകുമെന്നാണ് മമതാ ബാനർജി എക്സിൽ കുറിച്ചത്. എന്തായാലും കുടുംബത്തോടും സുഹൃത്തുക്കളോടും എല്ലാം തന്നെ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ ദേശീയ തലത്തിൽ നിന്നുള്ള ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും യെച്ചൂരി എന്നും പറയുന്ന ഒരു നേതാവ് വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിലും നമ്മൾ കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ അല്ലെങ്കിൽ വിയോഗം വലിയ രീതിയിൽ തന്നെ ആ ദേശീയ പ്രസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അടക്കം വലിയ ഒരു നഷ്ടം തന്നെയായി തന്നെ മുന്നോട്ട് പോകും എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എല്ലാ കാലത്തും പാർട്ടിയുടെ നല്ല സമയത്തും മോശം സമയത്തും എല്ലാം തന്നെ പാർട്ടിയെ ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ പാർട്ടിയെ ഉയർത്തിപ്പിടിച്ച ഒരു നേതാവ് തന്നെയാണ്. മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാനായി ശ്രമിച്ച നേതാവ് തന്നെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയൊരു തോൽവി, കേരളത്തിലടക്കം വലിയ കൂടുതൽ സീറ്റ് നേടാനാകാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നൽകി നേതാക്കൾക്കൊപ്പം നിന്ന നേതാവ് തന്നെയാണ്. അതിനായി പ്രവർത്തിക്കണമെന്ന രീതിയിൽ തന്നെ ഒരു പ്രതികരണം അടക്കം നടത്തി നേതാക്കളെ ഒപ്പം ചേർത്ത് പിടിച്ച് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാനായി തന്നെ പ്രയത്നിച്ചൊരു നേതാവെന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഒരു വിയോഗം സീതാറാം യെച്ചൂരിയുടേതായി വരുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ സഖ്യ രൂപീകരണത്തിലടക്കം എല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാനായി സീതാറാം യെച്ചൂരിക്ക് കഴിഞ്ഞിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അത് ഒരു സഖ്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നതും അതുതന്നെയാണ്. ആ വിജയത്തിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു ഇന്ത്യ എന്ന മുന്നണി. അതിൻ്റെ ഒരു ഫലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടു എന്നതും എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. വലിയ രീതിയിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പാർട്ടിക്കായി അല്ലെങ്കിൽ ആ സഖ്യത്തിനായി തന്നെ CPIM എന്ന പാർട്ടിക്ക് ചില സംഭാവനകളെല്ലാം തന്നെ നൽകാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അനുഭവ സമ്പത്ത്, ഈ രാഷ്ട്രീയപരമായുള്ള അനുഭവ സമ്പത്തെല്ലാം തന്നെ നൽകാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കേരളത്തിൽ മാത്രം ഭരണത്തിലുള്ള ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് അല്ലെങ്കിൽ ദേശീയ തലത്തിലെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കിട്ടണമെങ്കിൽ അദ്ദേഹം ആരായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും അല്ലെങ്കിൽ അനുയോജ്യമാണ്, ഈ മുന്നണിയുടെ രൂപീകരണത്തിന് അനുയോജ്യമായെന്ന് മനസ്സിലാക്കിയ ആ നേതാക്കളെല്ലാം തന്നെ യെച്ചൂരിയുടെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നണി രൂപീകരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെടുന്നത്. എന്തായാലും ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ യോജിച്ച മുന്നണിക്ക് വേണ്ടി പൂർണ്ണ സമയം പ്രവർത്തിച്ച ഒരു നേതാവാണ് അദ്ദേഹം.
ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ പ്രതിസന്ധി നേരിടാനുള്ള അടവുകളും